ആന്ധ്രാപ്രദേശ് മൊത്തം 425 ദിവസം അവിടെ ഓടിയിട്ടുണ്ട് സിനിമ. ഒരു സിനിമയുടെ മദ്രാശിയിൽ സഫയർ തിയേറ്ററിൽ ഒരു വർഷം അടുപ്പിച്ചോടി. അത് 2-2.5 കോടി റെക്കോർഡിലേക്ക് കളക്ട് ചെയ്തു. 200 കോടിയിലൊക്കെ പോകുന്നത് ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ ഇട്ടതാ. ഇതിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. അബദ്ധമൊന്നും കാണിക്കല്ലേ. ബാബുവിനെ തൊടാനൊന്നും ആരും വളർന്നിട്ടില്ല. കത്തി അതൊരു വലിയ കഥയാണ്. പറഞ്ഞു തുടങ്ങിയ 10-30 കൊല്ലത്തെ ചരിത്രം പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ എയിം എന്താണെന്ന് ഒന്ന് പറയൂ. എനിക്കൊരു പോലീസുകാരനാകണം. എനിക്കൊരു മുഖ്യമന്ത്രിയാവണം. അപ്പൊ ഞാൻ എനിക്കൊരു സിനിമ. അപ്പൊ നിനക്ക് നടനായേ പറ്റൂ അല്ലേ? രാജകുമാരൻ അല്ലേ മോൻ? എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി. തഹസിൽദാർ അദ്ദേഹത്തിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല. നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. മണിവത്തൂരിൽ 1000 ശിവരാത്രികളെന്നും പറഞ്ഞൊരു സിനിമയാണ്. അത് മമ്മൂട്ടി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു വോയിസ് കൺട്രോളാണ് അങ്ങനെ. ഞങ്ങൾ ഇന്ന് മോഹൻലാലിനെ കാണുമ്പോൾ അത് പറയാനിരിക്കുകയാണ്. ഈ വലിയ മനുഷ്യണ്ടല്ലേ ഇത്തേറ്റ പേരാണ് ഞാൻ അതിനാണ് സാധനം എന്നുള്ളതിന്. ഇനിയും നിനക്ക് എന്തെങ്കിലും തമിശ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി തരാനുള്ള ഒരു അടയാളം ഉണ്ട്. അന്ന് പാതി ഭാഗം ഇരുട്ടായി പോയതൊക്കെ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അന്ന് ഓടിയ ഓട്ടക്കവാൻ ഓടിയ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയാം. ഇറക്കാൻ തന്നെ വിളിച്ച്. അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായി തീരുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. ഞാനെല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറുടെ മോനെ. വിശ്വത്തിന്റെ നാഥനാണ്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. പെറ്റ തള്ളയെ 10 കാറ്റിൽ കൂട്ടിക്കൊടുക്കുന്ന പെണ്ണൂട്ടി നായിന്റെ മോനെ. നിന്റെ തന്ത തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഷൺമുഖനെ ചില മീന അങ്ങോട്ട് പെട്ടി സൈസാക്കി മോനെ. മകനെ കടപ്പ ദാട്ടി പ്രതി കിടപ്പിലോക്കി വെള്ളം. We are left in a most intolerable position. മമ്മൂട്ടി ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ്. പിട്ടുക്ക് വരയ്ക്കും സ്കെച്ച് ചെയ്ത് കാർത്തിക്കും അട്ടപ്പാടി കോളനിയിലെ കുട്ടികളുടെ പഠന ചിലവ് ഏറ്റെടുത്ത നടൻ മമ്മൂട്ടി. മരിച്ചാലും പടയോ പണമോ എന്ത് വേണമെങ്കിലും ഞൊടിക്കുള്ളിൽ ഞാൻ നടത്തും. നിങ്ങൾ രാജാവായാൽ Someone standing and not saying a word, you have to tell that this man leads or he commands respect. Mammootty Garu has that aura of it. ആകാശം മുട്ട് ഒരു നടന്റെ ശബ്ദഗാംഭീര്യവും അതിന്റെ വിനിമയവും ഒക്കെ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, എല്ലാം അയാൾക്ക് സിനിമയാണ്. லவ் நாட் டு ஆக்ட் ஆன் த ஸ்க்ரீன். ஒரு காட்சியில நடிக்காம எப்படி நிக்கிறதுங்கிறது வந்து மம்முட்டி சார் தெரியும். Mammootty came in. कहाँ से एक्टर आ गए? I think he made wonders. ഏത് തിരക്കഥാകൃത്തും മോഹിച്ചു പോകും ഇങ്ങനെ ഒരു നടന്. കൂറിയതേതാൻ തിരുമ്പവും സൊല്ലുകരൻ മമ്മൂട്ടി സിറந்த നടികർ. അയാൾ എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്. കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ നല്ലതേ. ഇതിനാ പൂഴിക്കിടങ്ങനടിയോ നീ തച്ചോളി വന്നോ പന്ന കഴിവറ മോനെ. അയ്യേ ഇവനാണോ പരിഷ്കാരി? വന്ന കഴിവാണ് മോനെ. അമ്പം വരുന്ന വണ്ടിയിലാണ് എറ വണ്ടി.
ഇവിടെ എങ്ങനെ നല്ല തണുപ്പുണ്ടോ? പിന്നെ എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. നാട്ടുകാരെ പോയി മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കോട്ടയം കുഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുകയല്ല. ആഹാ, അപ്പൊ അത് കാണണമല്ലോ. മോഹൻലാലേ, അവൻ എങ്ങനെ എന്നെ അറിയാൻ? മമ്മൂട്ടി മമ്മൂട്ടിയെ പോലെയാണ് ഞാൻ. മമ്മൂട്ടിയെ പോലെ ഇരിക്കാന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കാണാത്ത പെണ്ണാണെങ്കിലും 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ കോവാനാ. ഇവർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ. ഒരു സംശയം ചോദിച്ചു, എന്താ സംഭവം? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കൈയുടെ തരിപ്പ് തീർന്നില്ല. താങ്ക് യു. നന്ദി, നമസ്കാരം. ഇത്രം ബലം പിടുത്തം വേണ്ട, ശ്വാസം ഇഷ്ടം. എന്റെ ചക്കരയെ വടിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. ഇതെങ്ങനെയാണ് ഈ ഫയർ കൊണ്ടുകൊടുക്കുന്നത്? ആർത്തിയാണല്ലേ? കാശിനോടല്ല. മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇന്നെടുത്ത് ഒരുത്തന്റെ കയ്യിൽ ഇങ്ങനെ തിരക്കഥയുണ്ടെന്ന് കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് പരീക്ഷിക്കാൻ തയ്യാറാണ്. அவ்வளோ படங்கள் பண்ணி அவருக்கு நடிப்பு மேல கூடிய வெறி இருக்குல்ல. Mammootty is an extremely talented actor. He is an actor with minimum possible expressions, minimum possible gesticulations, can give you the best possible results. He's done film like Vidhe and Pondan Mada, both in the same year. That's a very difficult thing to do. ക്ലാപ്പ് അടിച്ചെടുക്കുമ്പോൾ ഫുൾ ഇമോഷൻ. ആക്ഷനും കട്ടിനും ഇടയ്ക്ക് പെട്ടെന്ന് പകർന്നാടുക എന്ന് പറഞ്ഞാലുള്ള அந்த ஒரு கிளாப் அடிக்கிற ஒரு செகண்ட்ல அவ்வளோ ஒரு கமாண்ட், அவ்வளோ கண்ட்ரோல். டயலாக் இல்லாமல், டிராமா இல்லாமல் ஒரு ரொமான்சஸ்ல ஒரு ஆடியன்ஸுக்கு கொண்டு போய் கொடுத்துருவேன்னு ஒரு நடிகர் கிடைக்கிறப்ப எனக்கு பயங்கரமான சுதந்திரம் வருது. ഇതൊരു വോയിസ് കൺട്രോൾ ആണ്. നമ്മുടെ ഇമോഷൻസ് എങ്ങനെ വോയിസിൽ കൊണ്ടുവരാം, ഇതെല്ലാം മമ്മൂക്കാണ് എനിക്ക് പറഞ്ഞത്. യാമരുந்த നടികരിലെ മമ്മൂട്ടി പോൽ എന്ന് താങ്കൾ തമിഴിൽ ചൊല്ല വേണ്ടും. ഫേവറേറ്റ് നായകനാണ് മലയാളം ഇൻഡസ്ട്രിയിലെ? മമ്മൂട്ടി. ഞാൻ ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. സ്വാഭാവികമായിട്ടും ഞാൻ മമ്മൂക്ക ഫാനായി. മമ്മൂക്ക ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര വലിയ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ഒരു ആവേശമായിരുന്നു. ഞാൻ വലിയൊരു മമ്മൂക്ക ഫാനാണ്. ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ആരാധികയാണ്. കുഞ്ഞിലേ തൊട്ട് ഞാൻ മമ്മൂക്ക ഫാനാണ്. I'm a huge fan of Mammootty sir. Mammootty sir definitely. I'm a big fan of Mammootty sir. Big fan. മലയാളം ഫിലിം ഇൻഡസ്ട്രി के टाइगर के लाइव. മണ്ണാടിയാണ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ മണ്ണ കണ്ടു കഴിഞ്ഞാൽ നമ്മള് Talpati, I remember Rajnikant Garu is in the same scene. Rajnikant has all the best dialogues. Inta dantlo drama, this man is sitting quietly, and in between he interrupts. உங்களுக்கு இப்ப என்ன வேணும்? நாங்க என்ன செய்யணும்? எல்லாத்தையும் நிறுத்தணும். முடியாது. And that's it. And he walks away. The moment it is you forget who the biggest giants of actors in the scene you forget. And that man's presence covers everything else in the scene. ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ, അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് ഹി ഡോമിനേറ്റ്സ് ദ ഫ്രെയിം. That was my first tryst with stardom. Here is a man who's a star. മമ്മൂക്കയുടെ സ്റ്റാർഡം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. എടാ പുല്ല, ഇത് ഞാനാ നിന്റെ അപ്പൻ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ആരാന്തരിക്ക് മനസ്സിലായി? ഇതെല്ലാം മുതലെന്ന് തനിക്ക് വല്ല പിടിയുണ്ട്? ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോടതി വക്കീലുണ്ട്. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? അങ്ങാട്ടെന്നല്ല എങ്ങാട്ടും.
സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി പടിഞ്ഞാറൻ കാറ്റത്ത് ഗുണ്ടായിട്ട് വരുന്നുണ്ടോന്നറിയാം. ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ഞാൻ ഇച്ചിരി വിലം പിടിച്ചു. പിന്നെ ഇക്കാലം കാണണം എന്നൊരാഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ഡിസ്റ്റൻസ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നത് ആ ഒരു റീസൺ കൊണ്ടാണ്. ഇല്ല, കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് മൈഡിലിങ്ങനെ വന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടാലും മതിയായിരുന്നു. യുവത്വത്തിനൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു മൊഞ്ചുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി വന്ന എന്റെ മകന് മമ്മൂട്ടി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. എന്റെ ഭാര്യ എന്ന് പറയും മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക. എന്റെ 3 വയസ്സോളം മോൾക്ക് പനിയായിട്ട് പോലും എന്റെ സൗണ്ട് വരെ പോയി. ആ പനിയായിട്ട് പോലും ഞാൻ ഈ രാത്രി കൊണ്ടുപോയി ആ മമ്മൂക്ക ഫാനാണ്. ഞാൻ വലിയൊരു മമ്മൂക്ക ഫാൻ. മമ്മൂക്ക വലിയ മമ്മൂക്കയുടെ ഞാനൊരു ഫാനാണ് മമ്മൂക്കന്റെ. ഞാൻ വലിയ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കയുടെ ഒരു ഫാൻ അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂക്ക ആരാധികയാണ്. മമ്മൂക്കയുടെ വലിയൊരു ആരാധികയാണ്. There was always so much to gain from Mamuka. So it was wonderful experience working with Mamuka, and I hope to work with Mamuka soon again. Okay, let me take a guess. Mammootty. What? Of course it's Mamuka. I'm always fascinated by Mamuka because our എത്ര പ്രായമാണെങ്കിലും എത്ര ഏതാണെങ്കിലും one of the smartest looking heroes, smartest dressed. What a charisma. I always love that charisma about him and his performances. Mammootty. He's a wonderful actor. He's very real, very energetic, and he's got a rhythm of his own, you know. I mean, so it was wonderful to work with him. To Mammootty is some work which I've liked very much. He's a wonderful human being. And whenever I meet him, it's a complete joy, and it's a big learning experience for me. I feel very healed every time I meet him. So he's a wonderful human being. അടിപൊളി